ഹലോ. നമ്മൾ പാർട്ട് 1 ആയിട്ട് ആദ്യത്തെ 39 ക്വസ്റ്റ്യൻസ് പറഞ്ഞായിരുന്നു. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് പറയുകയാണ്. നേരെ വീഡിയോയിലോട്ട് പോകാം. നമസ്തേ ഗൗദർശ, നമസ്തേ ദുരാദർശ, നമസ്തേ സുമഹാത്മൻ, നമസ്തേ ജഗദ്ഗുരു. ഈ വരികൾ ആരെക്കുറിച്ച് എഴുതി? വള്ളത്തോൾ മഹാത്മാഗാന്ധിയെക്കുറിച്ച് എഴുതിയതാണ്. ചേരുംപടി ചേർക്കാം. ഈ ചേരുംപടി ചേർക്കാൻ നമ്മൾ ഓപ്ഷനിലോട്ട് പോവാതെ ആദ്യം തന്നെ ഉത്തരം കണ്ടെത്തി നോക്കണം. അതായത് കാവ്യപീഠിക ആരുടെയാണ്? മുണ്ടശ്ശേരിയുടെയാണ്. സൗന്ദര്യ നിരീക്ഷണം MB പോൾ. സാഹിത്യഭൂഷണം മാരാരാണ്. രൂപമഞ്ജരി കേസരിയാണ്. അങ്ങനെ നമ്മൾ കണ്ടെത്തിയിട്ട് മാത്രം ഓപ്ഷനിലോട്ട് പോവാം. ഇതെല്ലാം നമുക്കറിയില്ലെങ്കിലും 1-2 എണ്ണം നമുക്ക് അറിയാമായിരിക്കുമല്ലോ. അങ്ങനെ ബാക്കിയുള്ളത് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് ശരിയായിട്ടുള്ള ഉത്തരത്തിലോട്ട് പോകാൻ കഴിയും. അടുത്തത് 1930 പോൾ എഴുതിയ നോവൽ വിമർശനം ലോക സാഹിത്യത്തിൽ വരെ പരഗണനീയമായ ഒരു പഠന ഗ്രന്ഥമാണെന്ന് അത്യുക്തി സ്പർശമില്ലാതെ പറയാവുന്നതാണ്. ബർണാഡ് ഷാവിൻ്റെ ബുദ്ധിയും മല്ലീനാഥൻ്റെ ഹൃദയവും അവ്യാഖ്യേയമായ ഏതോ രാസപാകത്തിൽ തന്നിൽ ഉൾച്ചേർത്ത് സ്വാംശീകരിച്ച കുട്ടിക്കൃഷ്ണ മാരാർ പൂർവാഗ്നത്തിലെ വെയിൽ പോലെ മലയാള സാഹിത്യത്തിൽ എന്നും വളർന്നുകൊണ്ടിരിക്കുന്ന ശക്തിയായിരിക്കും. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് സുകുമാർ അഴീക്കോടാണ്. അടുത്ത ക്വസ്റ്റ്യൻ. സ്ത്രീ രചനകളെ വിശകലനം ചെയ്യുന്നതിനുള്ള സ്ത്രീപക്ഷ രീതിയെ വിളിക്കുന്നത് ഗൈനോക്രിറ്റിസിസം. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. പാശ്ചാത്യ സാഹിത്യ വിമർശനമായിട്ട് ബന്ധപ്പെട്ട പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാശ്ചാത്യ സാഹിത്യം പഠിക്കാൻ ഇനി വേറൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. മൊത്തം കവർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ബ്രാഹ്മണ ജ്ഞാന വ്യവസ്ഥയെ മുഴുവൻ അപരമായി തിരിച്ചറിയുന്നതാണ്. അതിനാൽ കൃത്യമായ സ്വയം നിർവചനത്തിന് ഇത് കൃതിയെ പ്രാപ്തമാക്കുന്നു. ദുരവസ്ഥയിൽ ആശാൻ പോലും സാവിത്രിയുടെ ദുരവസ്ഥയായാണ് കൃതിയെ മുഴുവൻ വിഭാവന ചെയ്തതെന്നാലോചിക്കുമ്പോഴാണ് എൻ്റെ പ്രത്യയശാസ്ത്രദാർഢ്യം ബോധ്യപ്പെടുക. പ്രദീപൻ പാമ്പിരിക്കൊന്ന ഏത് കൃതിയെപ്പറ്റിയാണ് പറയുന്നത്? സരസ്വതി വിജയൻ. ആദ്യകാല നോവലുകളെ പറ്റി നമ്മൾ ഓരോ നോവലും എന്താണ് പ്രതിപാദ്യം എന്നുള്ളത് വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇരുത്തൽ എന്ന് വെച്ചാൽ നായികയുടെ കാത്തിരിപ്പ് എന്ന ഉരിപ്പൊരുൾ ഏത് തിണയുമായി ബന്ധപ്പെട്ടതാണ്? മുല്ലയാണ് കേട്ടോ. മുല്ല. ദിനസങ്കല്പത്തെക്കുറിച്ച് എല്ലാ ക്വസ്റ്റ്യനും ഉണ്ട്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ HSK ആണെങ്കിൽ അയ്യപ്പ പണിക്കരുടെ ഒരു സെൻറ്റൻസാണ് ചോദിച്ചത്. അപ്പോൾ ദിനസങ്കല്പം നമ്മൾ വളരെ കാര്യമായിട്ട് പഠിക്കേണ്ട ഒന്നാണ്. കേരള ഭാഷാ പ്രണയികൾ എന്ന പേരിൽ മലയാളത്തിൽ രചിച്ചിട്ടുള്ള 8 ജീവചരിത്ര കൃതികളിൽ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെ കുറിച്ച് എഴുതിയത് കോയിപ്പിള്ളിൽ പരമേശ്വരക്കുറുപ്പാണ്. കോയിപ്പിള്ളിൽ പരമേശ്വരക്കുറുപ്പ്. ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. കവിഭാരതം, കവിരാമായണം. ഇതിലൊക്കെ ഓരോരുത്തരെയും എങ്ങനെയൊക്കെയാണ് ആരൊക്കെ പറഞ്ഞിരിക്കുന്നു അതൊക്കെ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മളൊരു എക്സാമിന് വെറുതെ ചവറ് പോലെ കുറേ പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പഠിക്കേണ്ടത് കൃത്യമായി പഠിക്കുക, അധിക വായന ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് പറ്റിയൊരു മണ്ടത്തരം, ഞാൻ ജനറൽ പേപ്പർ പാടെ ഉപേക്ഷിച്ചുകൊണ്ടാണ് എല്ലാ എക്സാമും പോയി എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനറൽ പേപ്പറിൻ്റെ മാർക്ക് സ്കോർ ചെയ്യുന്നത് വളരെ കുറവായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ മെയിൻ പേപ്പർ എത്ര പഠിച്ചാലും ആർക്കും എഴുതാൻ പറ്റാത്ത ഒരു 10-12 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ ബാക്കി അപ്പോൾ നമ്മൾ ഇതേപോലെ ലിസ്റ്റിൽ വന്ന് കിടക്കുകയുള്ളൂ. അപ്പം ജനറൽ പേപ്പറിൻ്റെ പ്രാധാന്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജനറൽ പേപ്പർ ഉൾപ്പെടെ ആയിരിക്കും നമ്മൾ ക്ലാസ്സുകൾ ഇടുക കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയാത്തതുകൊണ്ടാണോ എന്തോ കുറേ പേരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും കൂടിയൊക്കെ അയച്ചു കൊടുക്കുക, ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം പറയുക. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ആത്മകഥകളാണ്. ഓർമ്മയുടെ ഓളങ്ങൾ. ഓളങ്ങൾ ആരുടെയാണ്? G. ശങ്കരക്കുറുപ്പിൻ്റെയാണ്. ഓർമ്മകളുടെ വിരുന്ന് VK മാധവൻകുട്ടി. ഓർമ്മകളുടെ അറകൾ. ജയിലൊക്കെ കിടന്നിട്ടുള്ള സാഹിത്യകാരൻ ആരാ? ബഷീറാട്ടോ. അപ്പോൾ ഓർമ്മയുടെ അറകൾ അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. ബഷീറിൻ്റെയാണ്. തീരങ്ങൾ. ചെമ്മീനൊക്കെ എഴുതിയത് കടൽ തീരയല്ലേ പശ്ചാത്തലം. അപ്പോൾ തീരങ്ങൾ. ഓർമ്മയുടെ തീരങ്ങളിൽ തകഴി. അടുത്തത് 2ാം ലോക മഹായുദ്ധകാലത്ത് റംഗൂണിൽ നിന്ന് ഇന്ത്യയിലെത്തിയ PK രാജരാജവർമ്മൻ നടത്തിയ സാഹസിക യാത്രയുടെ വിവരണമാണ് ഈ കൃതി. ഇതാണ് വിജയകരമായ പിന്മാറ്റം. PK രാജരാജവർമ്മ. ഇന്ത്യൻ റെയിൻബോ എഴുതിയത് സോണിയ ചെറിയാൻ.
ജിഗ്സോ പസിൽ കവിതാ ബാലകൃഷ്ണൻ. ജിഗ്സോ പസിൽ കവിതാ ബാലകൃഷ്ണൻ. ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ സുധാ മേനോൻ്റെയാണ് ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ. പെൺയാത്രകൾ പെൺയാത്രകൾ ഗീതാഞ്ജലി കൃഷ്ണൻ. ഒന്നുകൂടെ പറയാം. ഇന്ത്യൻ റെയിൽവേ സോണിയ ചെറിയാൻ. ജിഗ്സോ പസിൽ കവിതാ ബാലകൃഷ്ണൻ. ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ സുധാ മേനോൻ. പെൺയാത്രകൾ ഗീതാഞ്ജലി കൃഷ്ണൻ. ഹെജിമണി ആരുടെയാണ്? അന്റോണിയോ ഗ്രാംഷി. നമ്മുടെ ക്ലാസ് കേൾക്കുന്നവർക്കറിയാം ഇതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ക്ലാസ് പോകുന്നത്. ഓക്കെ. കുമാരനാശാൻ്റെ കൃതിയായ നളിനിയെപ്പറ്റി നളിനി കട്ട തടഞ്ഞിട്ട് നടക്കാൻ വയ്യാത്ത വയലാണ്. നളിനി വിമർശിച്ചാരാണ്? വള്ളത്തോളാണ്. ഓക്കെ. ലീല ഭർതൃഘാതകിയാണെന്ന് പറഞ്ഞാരാ? ആശാൻ്റെ ലീല ഭർതൃഘാതകിയാണ്. കുട്ടിക്കൃഷ്ണമാരാരാണ്? മലയാളത്തിലെ ആദ്യത്തെ ഉപഗ്രഹ TV ചാനൽ ഏഷ്യാനെറ്റ്. മലയാളത്തിലെ ആദ്യത്തെ കലാലയ മാസിക വിദ്യാസംഗ്രഹം. അടുത്തത് റേഡിയോ കണ്ടുപിടിച്ചത് മർക്കോണി. ഇന്ത്യൻ ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ചത് 1959 സെപ്റ്റംബർ 1. 1959 സെപ്റ്റംബർ 1. അടുത്ത ക്വസ്റ്റ്യൻ. തിരുവനന്തപുരത്ത് ഉത്രം തിരുനാളിൻ്റെ സഹായത്തോടെ ഈശ്വരപിള്ള വിചാരിപ്പുകാർ ആരംഭിച്ച മുദ്രാലയം. ആൻസർ കേരളോദയം. തിരുവനന്തപുരത്ത് കേരളോദയം തുടങ്ങിയത് ഈശ്വരപിള്ളയാണ്. ആരുടെ സഹായത്തോടെ? ഉത്രം തിരുനാളിൻ്റെ. ഭാഷണത്തിലെ ഏറ്റവും ചെറിയ ഘടകം സ്വനിമോ ആണ്. മഴ അത് സ്വരസംവരണമാണ്. 6 നയങ്ങളുണ്ടല്ലോ, അതിൽ സ്വരസംവരണമാണ് മഴ ആകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. വ്യാകരണമിത്രം ശേഷഗിരി പ്രഭുവിൻ്റെയാണ് വ്യാകരണമിത്രം. മാനസ്വരത്തിൻ്റെ ഉപജ്ഞാതാവ് ഡാനിയൽ ജോൺസൺ. രാമചരിതത്തിൽ എന്ന പോലെ പാട്ടിൻ്റെ ലക്ഷണം പൂർണ്ണമായും യോജിക്കുന്ന കാവ്യം തിരുനിഴൽമാല. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദന്ത്യാക്ഷരമല്ലാത്തത് സായാണ്. ത, ദ, ജയൊക്കെ ദന്ത്യാക്ഷരങ്ങളാണ്. ദ്യോതകത്തിന് ഉദാഹരണം തന്നിരിക്കുന്നവയിൽ കൊണ്ട് ആണ്. ദ്യോതകം കൊണ്ട്. ഉച്ചാരണത്തിൽ പങ്കെടുക്കുന്നവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചലകരണമേത്? നാവ് ആണ്. നാവ്. താലവ്യമായും മോഷ്ട്യമായും ഉച്ചരിക്കാറുള്ള മലയാളത്തിലെ സ്വനിമോ ആണ് ആ. ദ്രാവിഡ ഭാഷകളെപ്പറ്റി ആദ്യമായി ഒരു ഗവേഷണ ലേഖനം എഴുതുകയും മലയാളം ചെന്തമിഴിൻ്റെ ശാഖയാണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തത് FW എല്ലീസ് ആണ്. FW എല്ലീസ്. അടുത്ത ക്വസ്റ്റ്യൻ. പൂർണ്ണമായ രൂപത്തിൽ അച്ചടിക്കപ്പെട്ട പ്രഥമ മലയാള കൃതി സംക്ഷേപ വേദാർത്ഥം. ദൂരദർശൻ്റെ അടിസ്ഥാന മുദ്രാവാക്യം സത്യം ശിവം സുന്ദരം. വൃത്താന്ത പത്രപ്രവർത്തനം സ്വദേശാഭിമാനിയുടെയാണ്. എൻ്റെ നാടുകടത്തിൽ എഴുതിയ സ്വദേശാഭിമാനിയുടെ. മാധ്യമം തന്നെയാണ് സന്ദേശം എന്ന സിദ്ധാന്തം രൂപപ്പെടുത്തിയത് മാർഷൽ മക്ലൂഹനാണ്. മാധ്യമം തന്നെയാണ് സന്ദേശം. മാർഷൽ മക്ലൂഹൻ. നവമാധ്യമങ്ങളെ ജനാധിപത്യത്തിലെ 5th സ്റ്റേറ്റ് എന്ന് വിളിച്ചത് വില്യം H. ഡാൾട്ടൺ ആണ്. വില്യം H. ഡാൾട്ടൺ. താഴെ തന്നിരിക്കുന്നവയിൽ ഫോക്ലോറിൻ്റെ സവിശേഷതയായി കരുതപ്പെടാത്തത് സ്ഥാണുത്വമാണ്. പരിണാമവിധേയത്വം, പാഠങ്ങളുടെ ബഹുലത, വാമൊഴി വഴക്കമൊക്കെ ഫോക്ലോറിൻ്റെ സവിശേഷതയാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് അയ്യ വൈകുണ്ഠ സ്വാമികളാണ്. സദാരാമ എന്ന സംഗീത നാടകത്തിൻ്റെ രചയിതാവ് KC കേശവപിള്ള. കേരളത്തിലെ ആദ്യത്തെ ഗ്രന്ഥശാല തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി. ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിൻ്റെ ആധികാരിക രേഖ എന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധി. താഴെ കൊടുത്തിരിക്കുന്ന ആട്ടക്കഥകൾ കോട്ടയം കൃതികൾ ഉൾപ്പെടാത്തത് രാജസൂയം. ഗണപതി, പടിവട്ടം, കലാശം, മുന്നരങ്ങ് എന്നീ ചടങ്ങുകൾ തുള്ളലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തുള്ളൽ. കേരളത്തിലെ രണ്ടാമത്തെ നിശബ്ദ ചലച്ചിത്രം മാർത്താണ്ഡവർമ്മ. ആദ്യത്തേത് അറിയാലോ, ബാലനാണ്. ഈ ജ്ഞാനാംബിക ശബ്ദ ചലച്ചിത്രമാണ്. ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം ബാലൻ, രണ്ടാമത്തത് ജ്ഞാനാംബിക. ആദ്യത്തെ നിശബ്ദ ചലച്ചിത്രം വിഗതകുമാരൻ, രണ്ടാമത്തത് മാർത്താണ്ഡവർമ്മ. ചേര രാജാക്കന്മാരുടെ ശാസനങ്ങളിൽ ഏറ്റവും പഴയത് വാഴപ്പള്ളി. രാജശേഖരൻ്റെ വാഴപ്പള്ളി ശാസനം. അടുത്ത ക്വസ്റ്റ്യൻ. കേരള ഭാഷയെ സംസ്കൃത ഹിമഗിരി ഗളിത എന്ന് വിശേഷിപ്പിക്കുന്നത് കേരള കൗമുദിയിൽ കോവുണ്ണി നെടുങ്ങാടി. സംസ്കൃത ഹിമഗിരി ഗളിത എന്ന് വിശേഷിപ്പിക്കുന്നത് കോവുണ്ണി നെടുങ്ങാടി, കേരള കൗമുദി. കഥകളിൽ തൻ്റെടാട്ടം എന്നറിയപ്പെടുന്നത് ഇളകിയാട്ടമാണ്.
എന്നുവെച്ചാൽ മനോധർമ്മം അനുസരിച്ചാടുന്നത്, അതാണ് ഇളകിയാട്ടം. ചിരിക്കുന്ന കഥ കേട്ടാൽ ഇരിക്കും, ആയതല്ലെങ്കിൽ തിരിക്കും, കുംഭകർണ വധത്തിലെ വരികളാണ്. രാരിച്ചൻ എന്ന പൗരൻ എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ഉറൂബ്. രാരിച്ചൻ എന്ന പൗരൻ എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ഉറൂബ്. പത്താക്ക്, പോർച്ചുഗീസുമായി ബന്ധപ്പെട്ടതാണ് പത്താക്ക്. സ്വതന്ത്ര ഇന്ത്യയിൽ വഴിനടപ്പ് അവകാശത്തിന് വേണ്ടി നടന്ന സമരം. സ്വതന്ത്ര ഇന്ത്യയിലാണ് കേട്ടോ, അത് പാലിയാണ്. 1947 പാലി നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മൂഴിക്കുളം കച്ചവുമായി ബന്ധപ്പെട്ടത്. ഈ കച്ചം എന്ന വാക്കറിയാമെങ്കിൽ അതിൻ്റെ ആൻസർ കിട്ടും. കച്ചം എന്ന് പറഞ്ഞാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിയമമാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തേതാണ് ആൻസർ. ക്ഷേത്രവസ്തുക്കളുടെ ദുർവിനിയോഗവും ഊരാളന്മാരുടെ പ്രവർത്തികളും നിയന്ത്രിക്കുന്നതിനുള്ള ശ്രമം. തോറ്റില്ല, തകഴിയുടെയാണ്. കഥാബീജ ആരുടെ നാടകമാണ്? അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. സാധുജന പരിപാലന യോഗം 1905. ഹയർ സെക്കൻഡറിക്കും ഇത് ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ഫോക്ലോർ എന്ന പദം ആദ്യം പ്രയോഗിച്ചത് വില്യം ജോൺ തോംസ് ആണ് കേട്ടോ. വില്യം ജോൺ തോംസ് അധീനിയം മാസികയിലാണ്. ഫോക്ലോർ ദിനം എന്നാണ് ഓഗസ്റ്റ് 22. നഗരം, നഗരാനുഭവങ്ങൾ എന്നിവ സംബന്ധിക്കുന്ന ഫോക്ലോറുകൾ അർബൻ ഫോക്ലോറാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പാർട്ട് ടൈം HSAയുടെ ക്വസ്റ്റ്യൻസ് ആണ് ഇത്രയും. 100 ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു.